തന്നിരിക്കുന്നത് വൃത്താസ്തൂപിക കോണം. അതിന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, കൂടുതൽ കണക്കുകളിലേക്ക്, കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്ത് കാണിക്കാം. ഇപ്പം കൃത്യമായിട്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 2 കണക്ക് ചെയ്തെങ്കിൽ മൂന്നാമത്തെ കണക്ക് height of a cone is 15 centimeter and its slant height is 17 centimeter. Slant height 17 centimeter. Find its CSA, curved surface area. Height of a cone is 15 centimeter and its slant height is 17 centimeter. Find its CSA. Question mark. ഒരു വൃത്തസ്തൂപികയുടെ ഉന്നതി 15 സെന്റിമീറ്ററും അതിൻ്റെ പാർശ്വോന്നതി 17 സെന്റിമീറ്ററുമായ വക്രതല പരപ്പളവെന്ത്? നോക്കാം. ഉദാഹരണങ്ങളാണ് തന്നിരിക്കുന്നത്. ആദ്യമേ വായിച്ചു വരുമ്പോൾ എത്രയാണ് ഉന്നതി? ഹൈറ്റ് h സമം 15 സെന്റിമീറ്റർ. പാർശ്വോന്നതി മലയാളത്തിൽ ചരിവുയരം സ്ലാന്റ് ഹൈറ്റ് L. അപ്പോൾ ഈ അക്ഷരം വെച്ച് എഴുതാവുള്ളൂ. അക്ഷരം വെച്ച് എഴുതിയിട്ടുണ്ട്. തന്നിരിക്കുന്ന ഹൈറ്റാണ്, തന്നിരിക്കുന്ന പാർശ്വോന്നതിയാണ്. ഇതിൻ്റെ വക്രമുഖ പരപ്പളവുണ്ട്. ഫൈൻഡ് ഈസ് കർവ്ഡ് സർഫസ് ഏരിയ. കൃഷ്ണോളനും മലമടിയോ വക്രതല പരപ്പളവിനെ ഇംഗ്ലീഷിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നതുകൊണ്ട് മലമടിയോ CSA. CSA അത് കാണാൻ സൂത്രവാക്യമുണ്ട്. സൂത്രവാക്യം പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ സൂത്രവാക്യം എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ സൂത്രവാക്യം പറഞ്ഞതില്ലേ? പയ്യാറിലാണ് സൂത്രവാക്യം. എന്നുള്ള വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് കാണാൻ ഈ സൂത്രവാക്യത്തിൽ നോക്കാം. R ഇവിടെ ഉണ്ടോ നോക്കിയേ? ഇല്ല. L ഇവിടെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഈ സൂത്രവാക്യം ഉപയോഗിച്ച് കണക്ട് ചെയ്യണമെങ്കിൽ ആറും എല്ലും കിട്ടണം. ആറെന്ന് വെച്ചാൽ ആരം, റേഡിയസ്. അതിനകത്ത് എന്തില്ല? റേഡിയസ് ഇല്ല. H വാല്യൂ ഉപയോഗിച്ച് നമുക്ക് റേഡിയസ് എങ്ങനെ നിർമ്മിക്കാം? R സമം √L² മൈനസ് h² എന്ന സൂത്രവാക്യം ഉപയോഗിക്കണം. R സമം √L² മൈനസ് h² എന്ന സൂത്രവാക്യം R കാണാൻ സമം എല്ലാത്തിനും 17² മൈനസ് 15² 17² കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 17 കൊണ്ട് ഗുണിക്കണം. പെട്ടെന്ന് പല കുട്ടികളും നിങ്ങൾ ചെലവേഗം എഴുതുമ്പോൾ 17² 34 നല്ല 17 2 കൊണ്ട് ഗുണിക്കുന്നല്ല. 17² അർത്ഥം 17 × 17. 17 × 17 289. അപ്പോഴാണ് 289 √17. ഇങ്ങനെ കണക്റ്റഡ് സംഖ്യകളാണ്, ബന്ധപ്പെട്ട സംഖ്യകൾ. പൈതഗോറസ് തത്വത്തിന്റെ പാദവർഗം പ്ലസ് ലംബവർഗം സമം കർണവർഗം എന്ന് പറയുന്ന സംഖ്യകളുടെ ബന്ധമുള്ള ഈ സംഖ്യകളായിരിക്കും ഇതിനകത്ത് ബന്ധിപ്പിച്ചു വെക്കുന്നത്. 15 സ്ക്വയർ 225, 5/15. ഇത് കുറയ്ക്കുമ്പോൾ 64. √64 8 സെന്റിമീറ്റർ. റേഡിയസ് കിട്ടി. ഈ കണക്ക് റേഡിയസ് വേണം. കുറച്ച് തന്നിട്ടില്ലായിരുന്നു, അതിനകത്ത് എല്ല് വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ 8. ഇനി സമം π × 8 × 17. 256 13. ഇന്നലെ ചെയ്ത സംഖ്യ, കഴിഞ്ഞ ചെയ്ത ആ സംഖ്യ തിരിച്ചിട്ടതാണ്. 136 π സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായ? കാണിച്ച കാര്യം ബോധ്യപ്പെട്ട ഇതുപോലെ എഴുതുക. റേഡിയസ് കണ്ടുപിടിച്ചെടുത്തു. അടുത്ത ചോദ്യം എഴുതുമ്പോൾ
നാലാമത്തെ ചോദ്യം. ഒരു വൃത്തസ്തൂപികയുടെ പാർശ്വോന്നതി 29 സെന്റിമീറ്റർ. ഒരു വൃത്തസ്തൂപികയുടെ പാർശ്വോന്നതി 29 സെന്റിമീറ്റർ. അതിൻ്റെ വ്യാസം 40 സെന്റിമീറ്റർ ആയാൽ, അതിൻ്റെ വ്യാസം 40 സെന്റിമീറ്റർ ആയാൽ വ്യാപ്തം എന്ത്? ഇംഗ്ലീഷിൽ സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ കോൺ ഈസ് 29 സെന്റിമീറ്റർ. മലയാളത്തിൽ വൃത്തത്തിലൂടെ പാർശ്വോന്നതി 29. സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ കോൺ ഈസ് 29 സെന്റിമീറ്റർ and its diameter is 40 സെന്റിമീറ്റർ. Find its volume. Question mark. നോക്കാം. ഈ പറഞ്ഞതുപോലെ എന്താണ് ക്വസ്റ്റ്യൻ്റെ അക്ഷരം വെച്ചെഴുതുകയാണ്. സ്ലാന്റ് ഹൈറ്റ്, പാർശ്വോന്നതി, ചരിവുയരം. സ്ലാന്റ് ഹൈറ്റ് ഇംഗ്ലീഷിൽ L = 29 സെന്റിമീറ്റർ. ഡയമീറ്റർ തന്നു. ഡയമീറ്റർ ഇംഗ്ലീഷ് മീഡിയം, വ്യാസം മലയാളം മീഡിയം. ഡയമീറ്റർ തന്നാൽ അപ്പോൾ തന്നെ എന്തെടുക്കണം വെച്ചിട്ടുണ്ട്? റേഡിയസ്, ആരമെടുക്കണം. ഡയമീറ്റർ തന്നാൽ ആരമെടുക്കണം. ഡയമീറ്റർ തരുന്നത് ആരമെടുക്കാനാണ്. ആരത്തെ കർഷകത ആരം ഇതിന്റെ പകുതി 40/2 20. 40/2 20. എല്ലുണ്ട്, ആറുണ്ട്. ഇനി എന്താണ് ആവശ്യപ്പെട്ടത്? വോളിയം, വ്യാപ്തം. ഞാനുള്ള ഫോർമുല എന്താ? 1/3 πr² h. 1/3 πr² h. R 20. h ഇല്ല. പകരം എന്താണ്? പാർശ്വോന്നതി, സ്ലാന്റ് ഹൈറ്റ്. ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് h കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ഫോർമുലയും കണക്റ്റഡായി. ക്ലാസ് നോക്കുമ്പോൾ h = √(l² - r²) √29² - 20² 29² എങ്ങനെ വിളിക്കും? 29നെ 29 കൊണ്ട് ഗുണിക്കണം. 29നെ 29 കൊണ്ട് ഗുണിച്ചാൽ 841. അപ്പോഴാണ് 841. 841ന്റെ √841 29. ഒരവസരത്തിൽ കൂട്ടാൻ പഠിച്ചുതരാം. 840 √29 കണ്ടുപിടിക്കാൻ പഠിച്ചുതരാം. ഇടയ്ക്ക് ഇരുമ്പോൾ ബുദ്ധിമുട്ടാവും. 20² 400. 841 400 കുറച്ചാൽ 441. 841 നിന്ന് 400 കുറച്ചു 441. 400 വേണ്ടി 20ന്റെ സ്ക്വയർ. 20 സ്ക്വയർ വേഗത്തിൽ 40 ഒരുപാട് വേണ്ട. 20 സ്ക്വയർ കണ്ടുപിടിക്കണം. 20 × 20 400. 400 √20. 441 √21. 21. √441 21. √441 21. ഇത് ക്ലാസ് 8 വർഗ്ഗമൂലം കാണാൻ പഠിച്ചിട്ടുണ്ട്. ഇതിപ്പം ഏകദേശം ഈ കളിയിൽ അധ്യയനം ചെയ്യുന്ന കഴിയുമ്പോൾ മിക്കവാറും കുട്ടികളൊക്കെ ഈ ബന്ധപ്പെട്ട റൂട്ടുകളെ കാണാൻ പഠിക്കും. അതല്ലെങ്കിൽ റൂട്ട് കാണാൻ വേണ്ടി ഒരു അവസരത്തിൽ ക്ലാസ് എടുത്ത് തരാം. 21. ദെൻ 1/3 ഗുണം പൈ ഗുണം r 20. 20 സ്ക്വയർ എഴുതാതെ 20 × 20 എഴുതുന്നതായിരിക്കും നല്ലത്. × 21. h-ന്റെ വില 21. 3 28 × 7 21. 21 സമം 20ഉം 20ഉം 7ഉം കൂടെ ഗുണിക്കണം. 20ഉം 20 ഗുണിക്കണം 400. 20ഉം 20 ഗുണിക്കണം 400. 7 ഗുണിക്കുമ്പോൾ 2800.
ഈ 7 2800 പൈ എന്നുണ്ട്. പൈ വോളിയം എപ്പോഴും സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. വോളിയം എപ്പോഴും സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിളിലേക്ക് കിടക്കുന്നു. അടുത്ത എക്സാമ്പിൾ 5ാമത്തെ 6ാമത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഇതിലെ അധ്യായത്തിലെ ഈ കോണിന്റെ വൃത്തത്തൂപികളെ എല്ലാ സൂത്രവാക്യങ്ങളും മനസ്സിലാവും. അതനുസരിച്ച് അടുത്തൊരു ക്വസ്റ്റ്യൻ. ബേസ് പെരിമീറ്റർ ഓഫ് എ കോൺ ഈസ് 30 പൈ സെന്റിമീറ്റർ. ബേസ് പെരിമീറ്റർ ഓഫ് എ കോൺ ഈസ് 30 പൈ സെന്റിമീറ്റർ and its height is 20 centimeter. Gustav, find its CSA. Find its CSA, curved surface area and volume. മൊത്തം എഴുതണം. curved surface area and volume. Question mark. ഫോർമുല കണക്ഷൻ ഓർക്കാൻ വേണ്ടിയാണ്. എന്താ ബേസ് പെരിമീറ്റർ ഓഫ് എ കോൺ ഈസ് 30 പൈ സെന്റിമീറ്റർ and its height is 20 centimeter. Stop. Find its CSA. ഇംഗ്ലീഷിൽ കേട്ടോ. കർവ്ഡ് സർഫസ് ഏരിയ ആൻഡ് വോളിയം. ക്വസ്റ്റ്യൻ മാർക്ക്. മലയാളത്തിൽ ഒരു വൃത്തസ്തൂപികയുടെ പാത ചുറ്റളവ് 30 പൈ സെന്റിമീറ്ററും അതിന്റെ ഉന്നതി 20 സെന്റിമീറ്ററുമായാൽ വക്രതല പരപ്പളവും വ്യാപ്തവും കാണുക. അടുത്ത ചോദ്യമാണ് ഫോർമുല പഠിപ്പിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തിന്റെ കണക്കാണ്? വൃത്തസ്തൂപികയുടെ കോണിന്റെ കണക്കാണ്. എന്താണ് തന്നിരിക്കുന്നത്? വായിച്ചേ. തന്നിരിക്കുന്നത് മനസ്സിലാക്കിയേ. ബേസ് പെരിമീറ്റർ പാത ചുറ്റളവ് ആരുടെ? കോണിന്റെ ബേസിന്റെ ഷേപ്പ് എന്താ? സർക്കിൾ അല്ലെ? വൃത്തത്തോടെ പാദം വൃത്താകൃതിയാണ്. ഏത് തൂപികളുടെ പാദം വൃത്തായ വൃത്തസ്തൂപിയെ. അപ്പൊ അതിന്റെ ബേസ് പെരിമീറ്റർ പാത ചുറ്റളവ് എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ ചുറ്റളവ് തന്നെയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി സൂത്രവാക്യം എഴുതുന്നു. ബേസ് പെരിമീറ്റർ പാത ചുറ്റളവ്. ബേസ് പെരിമീറ്റർ ഇംഗ്ലീഷ് എഴുതുക. ബേസ് പെരിമീറ്റർ എത്രയാ? 30 പൈ. മലയാളം പാത ചുറ്റളവ് സമം 30 പൈ. ഉടനെ വായിച്ചു പോകേണ്ട. ഇത് തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കാനാണ്. അങ്ങനെ ഒരാളെ പുസ്തകം തരുമ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പൊ എന്താ പറഞ്ഞു? പാത ചുറ്റളവ് തന്നു. ഇനി പാത പരപ്പളവ് തരും, വക്രത പരപ്പളവ് തരും, വോളിയം തരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുമ്പോൾ എന്താണോ അതിനകത്ത് തന്നിരിക്കുന്നത് അതിന് പകരം അതിന്റെ സൂത്രവാക്യം എഴുതണം. എന്താ പാത ചുറ്റളവിന്റെ സൂത്രവാക്യം? L കാണാൻ പഠിച്ചു, H കാണാൻ പഠിച്ചിട്ടുണ്ട്, R കാണാൻ പഠിച്ചിട്ടുണ്ട്. പാത ചുറ്റളവ്, പാത പരപ്പളവ്, വക്രത പരപ്പളവ്, ഉപരിതല പരപ്പളവ്, വ്യാപ്തം. ഇതാണ് ഇതിന്റെ ഫോർമുല. ഇതിന്റെ സൂത്രവാക്യങ്ങൾ: ബേസ് പെരിമീറ്റർ, ബേസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, വോളിയം. ഇത് കാണാൻ വേണ്ടി L കാണാൻ, H കാണാൻ, R കാണാൻ. ആരാണ് പാത ചുറ്റളവ് എന്ന് പറയുന്നത്? 2πr. അപ്പൊ നമ്മൾ 2πr സമം 30 പൈ എഴുതാൻ. അതിനർത്ഥം ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 2πr ആണെന്ന്. ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന 2πr ആണ് അർത്ഥം. യഥാർത്ഥം ചെയ്യുമ്പോൾ R കാണാൻ, R ഒഴികെ ബാക്കിയുള്ളതിനെ, ഇതിനകത്ത് R കാണാൻ, R ഒഴികെ ബാക്കിയുള്ളതിനെ
30 പയ്യെ ഇതിൽ നിന്ന് 6 കാണാൻ 6 ഒഴികെയുള്ളതിനെ 30 പയ്യെ 6 ഒഴികെയുള്ളത് കൊണ്ട് ഹരിക്കണം. ഉദാഹരണം 4 40. ഇതിനെ കാണാൻ A ഒഴിച്ചുള്ള ഇവിടെ ഇൻഡ്യൂ എന്നാണ്. അപ്പൊ ഇത് ബൈയാകും ഇങ്ങോട്ട്. A = 40/4 പഠിച്ചില്ലേ? ഉപയോഗിക്കുക. ഇതിൽ നിന്ന് 6 കാണാൻ എന്ത് ചെയ്യണം? 6 ഒഴിച്ചുള്ള 2 പയ്യെ 30 പയ്യെ 2 പൈ കൊണ്ട് ഹരിക്കണം. 30 പയ്യെ 2 പൈ കൊണ്ട് ഹരിക്കണം. അതാണ് 6 കാണാൻ വേണ്ടി therefore R = 30 പൈ ബൈ R ഒഴികെ ബാക്കി അടക്കേണ്ടത് 2 പൈ. 30 പൈ ബൈ 2 പൈ. 2 പൈ ആറിൽ നിന്ന് എന്താ 2 പൈ ആറ് വേറെ പയ്യാർക്കില്ല. എന്താ പയ്യാർക്കുണ്ടായിരുന്നില്ല. പിന്നെ 2 പൈ ആറ് എഴുതിയത് പാദ ചുറ്റാവിന്റെ സൂത്രവാക്യം 2 പൈ ആറ് എഴുതിയത്. പാദ ചുറ്റാവ് ബേസ് പെരിമീറ്ററിന്റെ ഫോർമുല 2 പൈ ആർ ആയതുകൊണ്ട് 2 പൈ ആർ എഴുതി. 2 പൈ ആർ 30 പൈ വരെ തന്നു. അതിൽ 4 കാണാൻ 30 പൈയെ 6 ഈ സൂത്രവാക്യം 6 ഒഴികെയുള്ള ആളുണ്ട്. 6 ഒഴികാറുണ്ട് 2 പൈ. അതുകൊണ്ട് ഇത് ഹരിക്കണമെന്ന്. അവ പയ്യും വെട്ടിപ്പോയി. 30നെ 2 കൊണ്ട് ഹരിച്ചാൽ 15. 6 കിട്ടി. ഒരു കാര്യം കണ്ടുപിടിച്ചു. 2 വരെ കിട്ടും. 2 പൈ ആർ നിന്ന് 6 കിട്ടി. വൃത്തത്തുകയുടെ നടക്കണമെങ്കിൽ 6 വേണം. അവർ 6 തന്നില്ല. തരാം. റേഡിയസ് എന്നോടെ നേരെ തരാം. അപ്പൊ 6 കിട്ടി. ഡയമീറ്റർ എന്ന് തരാം. അപ്പൊ ഡയമീറ്ററിന്റെ പകുതി റേഡിയസ് ആക്കണം. ഇപ്പൊ ഒന്നുകൂടി ഗ്രേഡ് കൂട്ടി. ബേസ് പെരിമീറ്റർ അപ്പൊ 2 പൈ ആർ 6 ആക്കി. നമുക്ക് വേണ്ടത് 6 കണ്ടുപിടിക്കാൻ 6 നേരെ തരും. അപ്പൊ റേഡിയസ് ഓഫ് എ കോൺ 6 കിട്ടി. ഡയമീറ്റർ ഓഫ് എ കോൺ അപ്പോൾ അതിന്റെ പകുതി എടുക്കണം. ബേസ് പെരിമീറ്റർ അപ്പോൾ 2 പൈ ആർ എടുക്കണം. 2 പൈ ആർ കിട്ടി. വായിക്കുക ക്വസ്റ്റ്യൻ. പെരിമീറ്റർ ഓഫ് എ കോൺ 35. അതിന് നമുക്ക് 6 കിട്ടി. ആൻഡ് ഹൈറ്റ് ഈസ് h ഹൈറ്റ് h 20 സെന്റിമീറ്റർ. അതിന്റെ ഉന്നതി 2 പൈ ആർ കണ്ടുപിടിച്ചു. അതിന്റെ ഉന്നതി 20 സെന്റിമീറ്റർ ആയ വക്രതല വരപ്പളവ് ഫൈൻഡ് CSA. വക്രതല വരപ്പളവ് വക്രമുഖ എന്നും പറയാം. വക്രമുഖ പരപ്പളവ് ഇംഗ്ലീഷ് മീഡിയം CSA പഠിച്ചു കഴിഞ്ഞാൽ മലയാളം മീഡിയം കർവ്ഡ് സർഫസ് ഏരിയ. അതിന്റെ ഫോർമുല എഴുതാം. പയ്യാറൽ സൂത്രവാക്യമുള്ള കോണിന്റെ വക്രതല പരപ്പളവ് കർവ്ഡ് സർഫസ് ഏരിയ കാണാൻ ആ ഫോർമുലയാണ് πRL. ആറുണ്ടോ? ആറുണ്ട്. 6 നേരെ തന്നോ? ഇല്ല. 6 എങ്ങനെ തന്നു? പാദവിക്രമത്തെ തന്നു. പാദവിക്രമത്തെ തരുമ്പോൾ നമ്മളതിന്റെ സൂത്രവാക്യം എഴുതി. അങ്ങനെ നമുക്ക് 6 നമ്മൾ കണ്ടുപിടിച്ചു. ഇയാളാ L നോക്കിയേ ഉണ്ടോ? ഇല്ല. ഇതാരാ? ഉന്നതിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? L കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ തലമുണ്ട്. ഇങ്ങോട്ട് മാറിക്കാണുക. അത് ഇവിടെ എഴുതി തമ്മിൽ തെറ്റിക്കരുത്. L കാണാൻ √h² + r². L √h² + r². L എന്താണ്? സ്ലാന്റ് ഹൈറ്റ്. പാർശ്വനതി വേണം. പടത്തിലേക്ക് പോകാതെ പിന്നെ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഹൈപ്പോട്ടനസ് ആണ്. ബേസ് സ്ക്വയർ + ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പാദവർഗം + ലംബവർഗം. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ കർണം, അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ ഹൈപ്പോട്ടനസ്. അതല്ലേ അപ്പൊ അതിനോട് കറുത്തട ഇവിടെ എല്ല് കണ്ടുപിടിക്കാൻ √h² + r² സമം √h. എത്ര? 20. 20² + 15² 20² 400 കണ്ടില്ലേ? കുറെ മുമ്പത്തെ കണക്കിൽ വന്നില്ലേ? 400 √15 400 √20 15ന്റെ സ്ക്വയർ 225. ഇതൊക്കെ എപ്പോഴും ഇതാണെന്ന് വിളിക്കും.
225. 200 റൂട്ട് നമ്മൾ എക്സാം കൂട്ടുമ്പോൾ കൂടുതൽ എക്സാം ചെയ്യുമ്പോൾ റൂട്ടൊക്കെ നമ്മൾ കാണാൻ പറ്റും. 15 സ്ക്വയർ 225. 200 റൂട്ട് 15. റൂട്ട് ഓഫ് 225 ഇത് കൂട്ടാം. കൂട്ടുമ്പോൾ 625. ഇതിന്റെ റൂട്ട് 25. 25 ഗുണിച്ചാൽ 625. 600 റൂട്ട് 25. 20 സ്ക്വയർ 400. 400 റൂട്ട് 20. 15 സ്ക്വയർ 225. 200 റൂട്ട് 15. കൂട്ടിയപ്പോൾ 600 റൂട്ട് 15. 600 റൂട്ട് 25. പൈ ഇൻറ്റു ആർ അടുത്തതാമത്തെ 15 ഇൻറ്റു എൽ 25. ഇത് ഗുണിക്കുമ്പോൾ 375 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇത് വക്രതല നല്ല അക്ഷരത്തിൽ എഴുതണ വക്രതല വൃത്തം കിട്ടി. 375 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇതേ ചോദ്യത്തിൽ വെറുതെ വെച്ച് കഴിയും. വ്യാപ്തം ഇതിനകത്തില്ലേ? വ്യാപ്തം സമം വി. വി സമം 1/3 പൈ ആർ സ്ക്വയർ. 1/3 പൈ ആർ സ്ക്വയർ. 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആറത്തിലായിരുന്നു 15. 15 ഇൻറ്റു 15 ഇൻറ്റു 20. 3 15 കട്ട് ചെയ്യും. 3 20 കട്ട് ചെയ്തില്ല. 20 കട്ട് ചെയ്യും. 3 15 കൂടി. 3 15 കട്ട് ചെയ്യുമ്പോൾ 5. 3 5 15. എന്ത് ചെയ്യണം? ഗുണിക്കണം. 5ഉം 15 ഗുണിക്കുമ്പോൾ 75. 75ഉം 20 കൂടെ ഗുണിക്കണം. 1500 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് എൻ്റെ വോളിയം. ആ വോളിയം കാണാൻ അവിടെ കഴിയുന്നത്. വോളിയം കാണാൻ ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ എന്നെ കണ്ടുപിടിക്കേണ്ടി വന്നു. പിടിച്ചില്ല. മനസ്സിലായ കാര്യം പിടിയ. അടുത്ത ചോദ്യം 6ാമത്തെ. ആ ചോദ്യത്തിലെ ഫോർമുല കൂടി കണച്ചു കൊടുക്കുമ്പോൾ അതിലെ കണക്ഷൻ കൂടെ കൊടുക്കുമ്പോൾ ഈ ആ ചാപ്റ്ററിലെ കോണിനെ പറ്റിയുള്ള എല്ലാ ഫോർമുലയിലേക്കായി. അടുത്ത പ്രോബ്ലം 6ാമത്തെ. ബേസ് ഏരിയ ഓഫ് എ കോൺ ഈസ് 81 പൈ സെന്റിമീറ്റർ സ്ക്വയർ and its sand height is 15 centimeter. Find its volume and TSA. ചുരുക്കി പറഞ്ഞാണ് ടോട്ടൽ സർഫസ് ഏരിയ. ഇംഗ്ലീഷ് മീഡിയം TSA മതി. ഫൈൻഡ് ഇറ്റ്സ് വോളിയം ആൻഡ് TSA ക്വസ്റ്റ്യൻ മാർക്ക്. എന്താ പറഞ്ഞേ? ബേസ് ഏരിയ ഓഫ് എ കോൺ ഈസ് 81 pi centimeter square and its sand height is 15 centimeter. Find its volume and TSA question mark. മലയാളം. ഒരു വൃത്തസ്തൂപികയുടെ പാദ പരപ്പളവ് 81 പൈ സെന്റിമീറ്റർ സ്ക്വയറും ഒരു വൃത്തസ്തൂപികയുടെ പാദ പരപ്പളവ് 81 പൈ സെന്റിമീറ്റർ സ്ക്വയറും അതിന്റെ ചരിവുയരം 15 സെന്റിമീറ്ററുമായാൽ വ്യാപ്തവും ഉപരിതല പരപ്പളവും കാണുക. വ്യാപ്തവും ഉപരിതല പരപ്പളവും കാണുക. കൃത്യമാണ്. ഇത് ഒരു ഫോർമുല കൂടി കൊടുക്കുമ്പോൾ വൃത്തത്വത്തിന്റെ കോണിന്റെ എല്ലാ പോയിന്റും ഞാൻ ബന്ധിപ്പിച്ചു. നോക്കാം. എന്താ പറഞ്ഞേ? ബേസ് ഏരിയ. ബേസ് ഏരിയ എത്ര? 81 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ബേസിന്റെ മലയാളം പാദപരപ്പളവ്. പാദപരപ്പളവ് അവർ തന്നു 81 പൈ. ഇത് ഇംഗ്ലീഷ് മലയാളം. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടുപിടിക്കാതെ തോന്നുന്നത് basis in the shape of a cone. Basis in the shape of a circle. പാദം വൃത്താകൃതിയാവുന്നു.
അപ്പോൾ ഇത് പാദപരപ്പളവ് വൃത്തത്തിന്റെ പരപ്പളവാണ്. അതാണ് 2πr ആണോ πr² ആണോ? 2πr ആണോ πr² ആണോ? പെരിമീറ്റർ 2πr, ഏരിയ πr². അപ്പൊ ഇതിന്റെ പരപ്പളവ് πr² സമം 81π. ഫോർമുല എല്ലാവരും ഈ സൂത്രവാക്യത്തിലുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം ഇതിൻ്റെ എല്ലാ സൂത്രവാക്യവും 81π. r² കാണാൻ 81π r² ഒഴികെ ഉള്ളത് കൊണ്ട് ഹരിക്കണം. πr² നിന്ന് r² കാണാൻ r² ഒഴികെയുള്ള പൈ കൊണ്ട് ഇതിനെ ഹരിക്കണം. 81π/π. പൈയും പൈയും വെട്ടിപ്പോയി. r² സമം 81. അതുകൊണ്ട് r സമം സ്ക്വയറിൽ എടുക്കാൻ റൂട്ട് ഓഫ് എടുക്കണം. r സമം റൂട്ട് ഓഫ് 81 സമം 9 സെന്റിമീറ്റർ. ബേസ് ഏരിയയിൽ നിന്ന് റേഡിയസ് കിട്ടി. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കുക എന്തൊക്കെ റേഡിയസ് തരും. അപ്പോൾ ആ ഡയമീറ്റർ വ്യാസം, അപ്പോൾ അതിന്റെ പകുതി എടുക്കണം. ചുറ്റളവ് പെരിമീറ്റർ, അപ്പോൾ 2πr എടുക്കണം. ബേസ് ഏരിയ പാദ പരപ്പളവ്, അപ്പൊ r² അധികം എടുക്കണം. r സമം 9. ഇത് കുറിച്ച് വായിക്കണം. ബേസ് ഏരിയ ഓഫ് എ കോൺ ഈസ് 81 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടി. ആൻഡ് സാൻഡ് ഹൈറ്റ് ഈസ്, അതിന് ചരിവുയരം 15. ചരിവുയരം 15. അക്ഷരം കൊടുക്കണം. ചരിവുയരം എഴുതി വെക്കണം. സാൻഡ് ഹൈറ്റ് എഴുതാതെ അതിന്റെ അക്ഷരം എഴുതണം. L സമം 15 സെന്റിമീറ്റർ ആയാൽ find its വോളിയം and DSA. വോളിയം വ്യാപ്തം V സമം 1/3πr²h. 1/3πr² എന്ന സൂത്രവാക്യത്തിലുള്ള വൃത്തത്തിന്റെ വ്യാപ്തം കാണാൻ വോളിയം ഓഫ് എ കോൺ 1/3πr²h. നോക്കിയേ, ആറുണ്ടോ? r 9. h ഉണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? h കണ്ടുപിടിക്കണം. വ്യാപ്തം കാണാൻ തെറ്റില്ല. ഇപ്പൊ എന്തൊക്കെ ചെയ്യിച്ചു? r ഇങ്ങനെ കണ്ടുപിടിപ്പിച്ചു. ഇതിനകത്ത് പോറ പഠിച്ചപ്പോ h ഇല്ല, പകരം എല്ലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? h കണ്ടുപിടിക്കണം. How we can find h? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? h സമം റൂട്ട് ഓഫ് l² മൈനസ് r² സമം റൂട്ട് ഓഫ് l. എല്ലാത്തിനും 15. 15² മൈനസ് 9² 15² 225. 9² 81. കുറയ്ക്കുമ്പോൾ 144. ഇതൊക്കെ തമ്മിൽ കുറച്ചാണ്. 144 റൂട്ട് 12. 144 റൂട്ട് 12 റൂട്ട് ഓഫ് 144. റൂട്ട് ഓഫ് 144 is 12. ഈ കണക്ക് പഠിച്ചില്ലേ? ഇപ്പോൾ 15 ബന്ധമൊക്കെ പഠിച്ചില്ലേ? 15 17 289 15 25 9 പഠിച്ചില്ലേ? 81 289 ഇത് 440 റൂട്ട് 21 140 റൂട്ട് 12 440 റൂട്ട് 21 140 റൂട്ട് 12. ഈ ഗുണങ്ങൾ കൊടുത്തേ 1/3 ഗുണം പൈ ഗുണം r. റേഡിയസ് എത്രയാണ്? 9. 9 × 9 എഴുതുന്നതാണ് കട്ട് ചെയ്യാനും കുടിക്കാനും എളുപ്പം. h എത്ര? 12. 3 9 കൂടെ കട്ട് ചെയ്യുമ്പോൾ 3. ആ 3 9 12 ഗുണിക്കുക. അപ്പം അപ്പൊ എന്താ പറയുക? 3 12 കട്ട് ചെയ്യാണ് 4. ഇത് വേഗം പിടിക്കാം. 9 81. 81 4 കൂടെ ഗുണിക്കുമ്പോൾ 324 പൈ സെന്റിമീറ്റർ ക്യൂബ്. വോളിയം കിട്ടി. വോളിയം ആൻഡ് ഇറ്റ്സ് DSA
ഉപരിതല പരപ്പളവ് കാണുന്നുണ്ട്. ഉപരിതല പരപ്പളവിനെ മലയാളം മീഡിയവും TS എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ CS എഴുതി അത് കറുപട് വളഞ്ഞ. വക്രതല പരപ്പളവിന് CS എന്നും ഉപരിതല പരപ്പളവ് ടോട്ടൽ സർഫസ് ഏരിയ ആക്കി TS കാണാൻ എൻ്റെ താഴെ ഞാൻ എഴുതുന്നതൊക്കെ എഴുതി കാണിക്കും. നിങ്ങൾ താഴെ എൻ്റെ താഴെ TS πr into r plus l ഫോർമുല πr into r plus l എന്നൊക്കെ പറയേണ്ടത്. L കാണാൻ root of h square plus r square, h സമം root of h square minus r square, r സമം root of h square minus h square. എല്ലും എച്ചും ആറുന്നതാണ്. ഏതാണ് 2πr square πrl πr into r plus l πr into l plus r എഴുതാം. πr square plus πrl അങ്ങനെ എഴുതാം. എളുപ്പത്തിൽ എങ്ങനെയാണ് എടുത്തു? എങ്ങനെ ഒരു വ്യാപ്തം 1/3 πr കുറച്ച് മനസ്സിലായോ? വൃത്തത്വീയ ഫോർമുല മനസ്സിലായോ? വൃത്തത്വീയ കോൺ അങ്ങനെ കണക്ട് ചെയ്ത ഫോർമുലയൊക്കെ മനസ്സിലായത? ഈ ഫോർമുല പഠിച്ചാൽ 2 3 കൂടി ചെയ്യുമ്പോൾ 6 കണക്കായി. 4 കണക്കെടുത്ത് വരുമ്പോൾ വൃത്തത്വീയ തീരും. പിന്നെ അടുത്ത ബന്ധമാണ് ഇങ്ങനെ നല്ലൊരു ചാപ്റ്ററാണ് ഫോർമുല പഠിച്ചാൽ. ഈ ഫോർമുല പഠിച്ച് കണക്കാൻ വളരെ നല്ലതാണ്. ദെൻ πr into r plus l ഇവിടെ കൊടുക്കാം. r ഉണ്ട്, എല്ലും ഉണ്ട്. അവിടെ കണ്ടുപിടിക്കാനില്ല. π ഗുണം r 9 into 9 plus 15 സമം π into 9 into 9/24. ഇത് ഗുണിക്കണം 216 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ പരപ്പളവ് എപ്പോഴും സ്ക്വയർ. വോളിയം 3 പേര് വരും. 1 2 3 സംഖ്യ വരും. 1 2 സംഖ്യ വരുള്ളൂ. ഇതാണ് ബേസ് പെരിമീറ്ററും ബേസ് ഏരിയ തന്നുകൊണ്ട് വെച്ചത് നമുക്ക്. ഇപ്പം അടുത്ത കണക്ക് 8 തിരിച്ച് 8ാമത്തെ കണക്ക് മലയാളത്തിൽ ഒരു വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് 135 പൈ സെന്റിമീറ്റർ സ്ക്വയറും അതിന്റെ ആരം 9 സെന്റിമീറ്ററുമായാൽ വ്യാപ്തം കാണുക. ഒരു വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് 135 പൈ സെന്റിമീറ്റർ സ്ക്വയറും ആരം 9 സെന്റിമീറ്ററുമായാൽ വ്യാപ്തം കാണുക. ഇംഗ്ലീഷിൽ curved surface area of a cone is CS എഴുതിയാലും ഇംഗ്ലീഷ് മീഡിയം. കുറച്ചപ്പോൾ curved surface area of a cone is 135 പൈ സെന്റിമീറ്റർ സ്ക്വയർ and its radius is 9 cm. Find its volume. Radius is 9 cm. Find its volume. രണ്ട് പ്രധാനപ്പെട്ട ഫോർമുല കണക്ഷൻ കൊടുത്തു. പക്ഷേ എന്താ പറഞ്ഞേ? കർവ്ഡ് സർഫസ് ഏരിയ കോൺ തന്നു. അപ്പോൾ കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ തന്നു. കാണാനാണ് പെരിമീറ്റർ തന്നതുപോലെ. അപ്പം എന്തെങ്കിലും വക്രതല പരപ്പളവ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ അതെത്രയാണ് തന്നു? വക്രതല പരപ്പളവ് എത്രയാണ് തന്നു? 135 പൈ എന്ന് തന്നു. ഇവിടെ CS സമം 135 പൈ എന്ന് തന്നിരിക്കുന്നു. ഇങ്ങനെ തരുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ചോദിച്ചേ ബേസ് പെരിമീറ്റർ തന്നപ്പോൾ നമ്മൾ എഴുതി അതിൻ്റെതായ സൂത്രവാക്യം 2π πr സ്ക്വയർ എഴുതി. ബേസ് പെരിമീറ്റർ തന്നപ്പോഴാ 2πr എഴുതി. ബേസ് ഏരിയ തരുമ്പോൾ πr സ്ക്വയർ, ചുറ്റളവ് തരുമ്പോൾ 2πr, പരപ്പളവ് തരുമ്പോൾ πr സ്ക്വയർ. ഇവിടെ പരപ്പളവ് എന്ത് പരപ്പളവാണ്? വക്രതല. ഇവിടെ അതിൻ്റെ താഴെ അതിൻ്റെ സൂത്രവാക്യം എഴുതണം. അതിൻ്റെ എന്താണ് സൂത്രവാക്യം? πrl തന്നിരിക്കുന്നു എന്ന്. മനസ്സിലായ? πr തന്നിരിക്കുന്നു.
പയ്യാറ് കാണാനല്ല പറഞ്ഞ്, പയ്യാറ് തന്നിട്ട് വോളിയം കാണാൻ പയ്യാറ് തന്നു 130 പൈ. പക്ഷേ ആൻഡ് ഇറ്റ്സ് റേഡിയസ്. അപ്പോൾ ഇതൊക്കെ റേഡിയസ് എടുക്കുന്നുണ്ട്. റേഡിയസ് എന്താ? ആർ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ച റേഡിയസ് കണ്ടു. റേഡിയസ് 9 സെന്റിമീറ്റർ എന്ന് എഴുതിയിട്ട് റേഡിയസ് തന്നിട്ടുണ്ട്. ഇവിടെ കൊണ്ടെഴുതുമ്പോൾ ഞങ്ങളുടെ വില കൊടുക്കാം. ഇവിടെ എഴുതാം. അപ്പോൾ ഞങ്ങളുടെ വില കൊടുക്കുമ്പോൾ ഒരു ഭംഗിയാവും, ഒരാഭംഗി. അതുകൊണ്ട് റേഡിയസ് തന്നിട്ടുണ്ട്. അതെവിടെ കിട്ടി? ചോദിച്ചിട്ടുണ്ടെന്ന്. ആരം ഡയറക്റ്റ് തന്നു, റേഡിയസ് നേരെ തന്നു. അപ്പൊ ആർ തന്നു. ആർ 9. എന്നിട്ട് ഇവിടെ കൊടുക്കുക, വരാം ഇവിടെ കൊടുക്കാതെ പൈ ഇൻറ്റു ആർ 9 ഇൻറ്റു എൽ സമം 135 പൈ. മനസ്സിലായ? ആറിന്റെ വില കിട്ടിയെന്ന്. ആറിന്റെ വില കിട്ടി. ഇനി ഇതിനകത്ത് എൽ കാണാൻ, എല്ലൊഴുകി ഇതിനകത്ത് എൽ കാണാൻ, എല്ലൊഴുകി ബാക്കിയുള്ളത് കൊണ്ട് ഹരിക്കണം. അല്ലെങ്കിൽ ഈ പയ്യും കട്ടി കളയാം. അങ്ങനെ ചെയ്യാം. അപ്പുറത്തെന്ന് പറഞ്ഞാൽ ഒരേ ഈക്വലായിരിക്കുന്ന ഒരേ സമത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ കട്ട് ചെയ്തെങ്കിൽ സമത്തിന് റൈറ്റ് സൈഡിൽ നിന്നും അത് കട്ട് ചെയ്യാം. പയ്യും കട്ട് ചെയ്തു. 9L സമം 135. Therefore L സമം 135/9 ഹരിക്കുമ്പോൾ 15. ഞാൻ എക്സാമ്പിൾ കൂട്ടാൻ വേണ്ടി മറ്റു സംഖ്യകൾ തിരിച്ചു മറിച്ചിട്ടാണെങ്കിൽ 15 എപ്പോഴും വരണം കേട്ടോ. എക്സാമ്പിൾ മറിച്ചിരിക്കേണ്ട ടെസ്റ്റിൽ എക്സാമ്പിൾ ഇല്ല. എക്സാം എടുക്കുന്ന തിരിച്ചു മറിച്ചെടുക്കണമെങ്കിൽ 15ഉം 17 തിരിച്ചു വരുന്നത് എപ്പോഴും 15. മനസ്സിലാക്കാൻ നോക്കിയേ. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. 9L പൈ കട്ട് ചെയ്തു. എൽ സമം 100 സെന്റിമീറ്റർ. ഇത്രയും കിട്ടിക്കഴിഞ്ഞ് വായിച്ചു. ഫൈൻഡ് ദിസ് വോളിയം. വോളിയം സമം 1/3 പൈ ആർ സ്ക്വയർഡ് എച്ച്. 1/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ്. എത്ര? 9. 9 ഇൻറ്റു 15 എല്ലാം 15. നമുക്ക് ആറ് വിലയാണ് എച്ച്. അപ്പോൾ എന്തില്ല? അപ്പോൾ ഈ കണക്കിന് വേണ്ടി ആറ് വിലയില്ല, ഹൈറ്റ് ഇല്ല, എച്ച് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എച്ച് കണ്ടുപിടിക്കണം. മനസ്സിലായോ? കണക്ക് പോകുന്ന വഴി ഈ ഒരു കൊച്ചു കണക്കിൽ 3 ഫോർമുല കൊടുത്തവര് 1, 2, 3 കാര്യം. 3 കാര്യം എച്ച് കണ്ടുപിടിക്കാം. എച്ച് കണ്ടുപിടിക്കാം. എച്ച് സമം √L സ്ക്വയർഡ് മൈനസ് ആർ സ്ക്വയർഡ് സമം √15 സ്ക്വയർഡ് മൈനസ് 9 സ്ക്വയർഡ്. 15 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ. 15 സ്ക്വയർ എത്രയാ? ഇപ്പൊ കാണാൻ പറ്റില്ലേ? 205. 9 സ്ക്വയർ എത്രയാ? 81. കുറയ്ക്കുമ്പോൾ 144 √12. ഇങ്ങനെ വേഗത്തിൽ കണക്ക് അതൊക്കെ തന്നെയായിരിക്കും 10% ഇൻറ്റു 12. 3 12 4 ഗുണിക്കുമ്പോൾ 9 9 84 324 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഒരു കണക്കിൽ 3 ഫോർമുലകൾ. ഇതൊക്കെ എങ്ങനെ ഫോർമുല പഠിപ്പിക്കാനാണ് പഠിക്കാൻ. ഫോർമുല പഠിക്കാൻ, സൂത്രവാക്യങ്ങൾ തിരിച്ചു മറിച്ച് പഠിക്കാൻ. ഇനി തിരിച്ചിടണം. അടുത്ത കണക്ക് നമ്പർ എത്ര? 8. നീ 8ാമത്തെ കണക്ക്. ഇപ്പൊ 7ാമത്തെ 8ാം കണക്ക്. ഈ കണക്ക് തിരിച്ചാൽ ഈ കണക്ക് തിരിച്ച് കാണിക്കാം. ഈ കണക്ക് തിരിച്ച് the volume of a cone is 324 പൈ സെന്റിമീറ്റർ ക്യൂബ്. വോളിയം ഓഫ് എ cone is 324 പൈ സെന്റിമീറ്റർ ക്യൂബ് and its height is 12 centimeter. Find this TSA. question mark. ഒരു വൃത്തത്തിന്റെ വ്യാപ്തം 324 പൈ സെന്റിമീറ്റർ ക്യൂബും അതിന്റെ ഉന്നതി 12 സെന്റിമീറ്ററുമായ ഉപരിതല
പറഞ്ഞാൽ വോളിയം തന്നു, വ്യാപ്തം തന്നു, വി വോളിയം തന്നു. വോളിയത്തെ 324 പൈ സെന്റിമീറ്റർ രൂപ തന്നിരിക്കുന്നു. രണ്ടു കൂട്ടർ മീനെ വ്യാപ്തവും വോളിയവും. വ്യാപ്തം കാണണം പറഞ്ഞ് തന്നിരിക്കുക. അപ്പോൾ ഉടൻ തന്നെ ഇവിടെ അതിന്റെ ഫോർമുല എഴുതണം. 1/3 πr² തന്നു. 1/3 πr² തന്നു. കഴിഞ്ഞ കണക്കിൽ πr തന്നു, ആരംഭത്തെ കണക്കിൽ πr² തന്നു, ആരംഭത്തെ കണക്കിൽ 2πr തന്നു, ആരംഭത്തെ കണക്കിൽ ഡയമീറ്റർ തന്നു. നേരെ റേഡിയസ് തരും. റേഡിയസ് തരും ആൾ കിട്ടും. ഞാൻ തന്നിരിക്കുന്നതിന് പറയാം ഇവിടെ തന്ന വോളിയം. അപ്പൊ നമ്മൾ ഇതാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഹൈറ്റ്. അപ്പൊ ഇതിനകത്ത് എച്ച് ഉണ്ട്. അപ്പൊ ഇവിടെ എച്ച് സമം 12 തന്നിരിക്കുന്നത്. ഇവിടെ എച്ച് ഉണ്ടെന്ന്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എച്ചിന് തരത്തേക്ക് എച്ചിന്റെ വില കൊടുത്ത സ്റ്റെപ്പ് ഉണ്ടാക്കണം. 1/3 ഇൻറ്റു പൈ ഇൻറ്റു r² ഇൻറ്റു 12 സമം 324 പൈ. കണ്ടോ? ഇപ്പൊ ഈ പയ്യും കളയാം. ലെഫ്റ്റിൽ നിന്നുള്ള പയ്യും അതിന്റെ പൈ പോയി. 3 ഈ 12 കൊട്ടുമ്പോൾ 4. 3 12 കട്ടിയത് 4. നെക്സ്റ്റ് സ്റ്റെപ്പ് 1 4r² സമം 324. 4r². മനസ്സിലായോ? പൈയും കട്ട് 3 ഇൻറ്റു 1 കട്ടിയ 4. 1 4 ഇൻറ്റു 4r² സമം 324. അതിൽ നമ്മൾ r² കണ്ടുപിടിക്കണം. r² സമം 324/4. r² സമം 324 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 81. 324 4 കൊണ്ട് ഹരിക്കുമ്പോൾ 81. Therefore r സമം √81 സമം 9. നേരത്തെ തിരിച്ചു മറിച്ചെടുക്കാം. ഈ ഫോർമുല കാണിച്ച വേണം. r സമം 9. മനസ്സിലായോ? അപ്പൊ അവിടെ കഴിഞ്ഞു. എന്താ 1/3 πr² നിന്ന് r കിട്ടി. h തന്നത് 1/3 πr² നിന്ന് r കിട്ടി. കൊച്ചത് h തരുന്നു. അപ്പൊ അവിടെ എത്ര വില കൊടുത്തോ r കിട്ടി. അതാണ് കുറച്ച് വായിക്കാൻ. എന്താണ്? and its height is told. Find its TSA. ഉപരിതല പരപ്പളവ് കാണുക. നമ്മൾ പഠിച്ചില്ല. ഉപരിതല TSA എഴുതിയാൽ മതി. TSA കാണാൻ പോയത് πr ഇൻറ്റു r പ്ലസ് എൽ. πr ഇൻറ്റു r പ്ലസ് എൽ. പൈ ഇൻറ്റു r r 9 ഇൻറ്റു 9 പ്ലസ് വില കൊടുത്തു വരികയാണ്. അപ്പണ ഇല്ല, സാൻഡിവിറ്റ് ഇല്ല. കോളേജ് വില കൊടുത്തിരിക്കുകയായിരുന്നു. 12 ധാരണ എൽ നോക്കി. എച്ച് ഉണ്ട്, ആറുണ്ട്. അപ്പോഴേ ഇതില്ല. അപ്പോൾ നമ്മൾ എല്ലാം കണ്ടുപിടിക്കണം. എൽ സമം h² പ്ലസ് r² സമം h 12. 12 r² പ്ലസ് 9r². 12r² 144. കണക്കില്ലേ? 9r² 81. ഇത് കൂട്ടുമ്പോൾ 225. അതിന് √15. 15 എല്ലിന്റെ വില സമം പൈ ഇൻറ്റു 9 ഇൻറ്റു 24. ഇത് കൂട്ടി 24. ഇത് ഗുണിക്കുമ്പോൾ 216 പൈ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മൾ ഇന്നത്തെ കൊണ്ട് ഇത് അവസാനിപ്പിച്ചു. 2 പ്രധാനമാണ്. 2 കാര്യം കൂടി. ആ 2 കാര്യം അടുത്ത ക്ലാസ്സിൽ അപ്പൊ നമുക്ക് ആ 2 ക്ലാസ്സിൽ നിന്ന് കോഡിനെ പറ്റി ചോദിക്കും. ഓക്കെ.